ഡ്രീം ടോയ്സ് യൂസ്ട്രിക്കേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 2015 മോഡൽ ഒരു ഓൾട്ടോ 800 ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കിടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഓൾട്ടോ കേട്ടൻ 2013 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഒരു വൈറ്റ് കളർ ഓൾട്ടോ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാർ കണ്ട വീഡിയോ ആണ്. അതിനിടയ്ക്ക് ഒരാൾ കമൻ്റ് ആക്കി എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ഒരു പുള്ളി അതിൽ ചെയ്തിരിക്കുന്ന കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി പുള്ളിയെ ഞാൻ അതിൽ കമൻ്റാക്കി ഇട്ടിരിക്കും. കാരണം നമുക്ക് ആകെ വളരെ കുറഞ്ഞ വ്യൂസും വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സും അതിൽ കുറച്ച് ആൾക്കാർ മാത്രമാണ് നമ്മളെ അതിൽ കമൻ്റൊക്കെ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ആരാ കമൻറ്റ് ഇട്ടിട്ടുള്ളത്, എന്താ കമൻറ്റ് എന്നൊക്കെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനും പറ്റും. മെയിനായിട്ടുള്ള റീസൺ അതിൽ പലരും കംപ്ലൈൻറ്റ് നമുക്ക് പറ്റി പറയാനുള്ളത് പ്രൈസ് പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രൈസ് എന്തുകൊണ്ട് പറയുന്നില്ല എന്നതിനെ പറ്റി നമുക്ക് കുറേ മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മളെ വീഡിയോ പണ്ട് മുതലേ കണ്ടുവരുന്നവർക്ക് അറിയാൻ പറ്റും. പുതുതായിട്ട് കാണുന്നവർക്ക് ഞാൻ കഴിഞ്ഞ 2 വീഡിയോ മുമ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് പ്രൈസ് പറയുന്നില്ല. എന്നാലും ചില വീഡിയോയിൽ പ്രൈസ് പറയാറുണ്ട്. ഇനിയും പ്രൈസ് പറയാൻ ശ്രമിക്കാം. മാക്സിമം വീഡിയോയിൽ ഞാൻ പറയാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഉള്ളൊരു കമൻറ്റ് ഒന്ന് ഈ പ്രൈസിൻ്റെ കേസാണ്. രണ്ടാമത്തെ കമൻറ്റ് ഇങ്ങനെ പ്രൈസ് ഈ പുള്ളിയെ ഞാൻ വിളിച്ചപ്പോൾ ഇയാളെ ഞാൻ വിളിച്ചപ്പോൾ 2,95,000 റുപ്യാണ് പുള്ളി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നൊരു ഫോട്ടോ. അപ്പോൾ 2013 മോഡൽ ഓൾട്ടോ കേട്ടന് 2,95,000 രൂപയാണ് ഞാൻ പറഞ്ഞു എന്നാണ് പുള്ളി അതിൽ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. പുള്ളി എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നാണ്. എന്നെ ആ വണ്ടി കണ്ടിട്ട് എൻ്റെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ടാവും. ഞാൻ എല്ലാവരോടും പറഞ്ഞത് എല്ലാ പാർട്ടികൾ വിളിക്കുമ്പോഴേക്കും ഏകദേശം അത് അഡ്വാൻസ് ആയിട്ടുണ്ടാകും. സത്യം പറഞ്ഞാൽ അത് അഡ്വാൻസ് ആയിരിക്കും. ഇപ്പോഴും വണ്ടി പോയിട്ടില്ല. നമുക്കത് അഡ്വാൻസ് കഴിഞ്ഞ് വണ്ടിയുടെ ലോൺ പ്രൊസീജിയറിലാണ്. അതിൽ ചെറിയൊരു ഫിനാൻസ് ഇട്ട് കൊടുത്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ അപ്രൂവൽ ആയിട്ടില്ല. വണ്ടി ഇപ്പോഴും പോയിട്ടില്ല. പക്ഷെ ഞാൻ വിളിക്കുന്നവരുടെ ഒരു പാർട്ടി നമ്മളെ വിളിച്ചു, നല്ല വണ്ടി ഏതാണെന്ന് ചോദിച്ചപ്പോൾ നമ്മളിങ്ങനെ വണ്ടി കാണിച്ചു കൊടുത്തപ്പോൾ അവർ വന്ന് ഇഷ്ടപ്പെട്ട് അവർക്ക് ഓക്കെ ആയി അഡ്വാൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വിളിച്ച എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ളത് അഡ്വാൻസ് ആയിരിക്കണു 2,15,000 രൂപയ്ക്കാണ് അഡ്വാൻസ് ആയിരിക്കണമെന്നാണ് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ളത്. 2013 മോഡൽ സിംഗിൾ ഓണർ, ആകെ 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, കമ്പനി സർവീസ് ഉള്ള VXI ഓപ്ഷനുള്ള അടിപൊളി വണ്ടിയാണ്. അപ്പോൾ ഈ പുള്ളിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക 2,15,000 രൂപയ്ക്ക് അഡ്വാൻസ് ആയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക. ഒന്നില്ലെങ്കിൽ ആൾക്ക് കേട്ടതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം. നമുക്ക് തെറ്റ് വരാൻ പറ്റില്ല. ഞാൻ 2,15,000 എന്ന് പറഞ്ഞത് പുള്ളിക്ക് കേട്ടിട്ടുണ്ടായിരിക്കാം. 2,95,000 എന്നായിരിക്കും കേട്ടിട്ടുണ്ടായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ പുള്ളി അങ്ങനെ കമൻറ്റ് ഇട്ടപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇത് നെഗറ്റീവ് ആയിട്ട് വരും. ഇതിനെപ്പറ്റി അറിയാത്തവർക്ക്, എന്നെ വിളിക്കാത്തവർക്ക്, എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് 2013 വണ്ടിക്ക് 2,95,000 രൂപ ചോദിക്കുമ്പോൾ എൻ്റെ ബാക്കി വണ്ടികൾക്ക് അതേപോലെ റേറ്റ് കൂടുതലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു നെഗറ്റീവ് അതിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇതിലൂടെ പറയണത്. ഞാൻ പെട്ടെന്ന് പറയാം. അപ്പോൾ പുള്ളിക്ക് കേട്ടതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. പക്ഷെ അത് കമൻറ്റിൽ അത് അറിയിച്ചു. ഞാൻ ആ കമൻറ്റിന് അപ്പം തന്നെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കുന്ന രീതിയിൽ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ 2,15,000 രൂപയ്ക്ക് അഡ്വാൻസ് ആണെന്നുള്ള കമൻറ്റ് ഞങ്ങൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് മറ്റേ 2,95,000 സ്വിഫ്റ്റ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ സ്വിഫ്റ്റിൻ്റെ ഒക്കെ റേറ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ റേറ്റ് അങ്ങനെ ചോദിച്ചിട്ടില്ല, നമ്മളങ്ങനെ ചോദിക്കുകയില്ല. ഞാൻ അതിൻ്റെ റേറ്റിൻ്റെ എങ്ങനെയാണ് റേറ്റ് ഇടാറ്, മാർക്കറ്റ് റേറ്റിനെ അതിലും കുറച്ച് വണ്ടി കണ്ടീഷനാണ് ചെയ്യുക. അതിൻ്റെ മോഹവിലയ്ക്ക് അനുസരിച്ചുള്ള റേറ്റ് ഇടാറുള്ളൂ. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ പാർട്ടിയോട് വരുമ്പോൾ ഞാൻ പറഞ്ഞ റേറ്റിനെക്കാട്ടിലും കമ്മിയാക്കിയിട്ട് നമ്മൾ കൊടുക്കാറ്. അപ്പോൾ ആ പുള്ളിക്ക് സംഭവിച്ച മിസ്റ്റേക്ക് ആയിരിക്കാം. ഞാൻ കേട്ടതിൻ്റെ മിസ്റ്റേക്കാണ്. പുള്ളി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടതിൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ 2,15,000 എന്നാണ് പറഞ്ഞത്. അത് അഡ്വാൻസും ആയിട്ടുണ്ട്. വണ്ടി ഇപ്പോഴും പോയിട്ടില്ല, ഫിനാൻസിൻ്റെ പ്രൊസീജിയറിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം ഇത് നമ്മളെ വിളിക്കാത്തവരും നമ്മളെ ഫോളോ ചെയ്ത് കുറച്ച് ഫോളോവേഴ്സും കുറച്ചുള്ള ചാനലാണ്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു നെഗറ്റീവായിട്ട് വരരുത് വെച്ചിട്ടാണ് ഞാനത് തുറന്ന് പറയണത്. അപ്പോൾ നേരെ നമ്മുടെ 2015 വളരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞ 2015 മോഡല് ഓൾട്ടോ 800
LXI ഓപ്ഷനാണ്. 2025 ഓഗസ്റ്റ് വരെ ഇൻഷുറൻസ് അവൈലബിൾ ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് പവർ വിൻഡോ വരുന്നുണ്ട്. 1,00,000 കിലോമീറ്റർ ഇത് വണ്ടി ഓടിയിട്ടുണ്ട്. 2015 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പിൽ 1,00,000 കിലോമീറ്റർ ഓടിയ ആൾട്ടോ 800 വിശേഷമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ 2015 മോഡല് ആൾട്ടോ 800 LXI ഓപ്ഷൻ, 1,00,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. വേറെ ബോഡിയിലൊന്നും കാര്യമായിട്ട് ഡാമേജോ കാര്യങ്ങളൊന്നും അല്ല. ഇൻസൈഡ് ആണ്. അത്യാവശ്യം ക്വാളിറ്റിയിൽ ഒരു ഇൻസൈഡ് വരുന്നുണ്ട്. ബോഡിയിൽ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ച് ഉണ്ട്, ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചുകൾ ബോഡിയിലുണ്ട്. ടയർ 4 ഒരു ആവറേജ് കണ്ടീഷനുള്ള ടയറൊക്കെ കണ്ടീഷൻ വളരെ കുറവാണ് ടയറുള്ളത്. മെയിനായിട്ടുള്ള റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ബോഡിയിൽ കാണുന്ന പോലുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എഞ്ചിൻ റൂം കാണിച്ചു തരാം. അപ്രോൺ പൊട്ടലോ ജേസ് പൊട്ടലോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നേരിട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ വണ്ടി ആവശ്യക്കാരെ കോൺടാക്ട് ചെയ്തോളി. കോൺടാക്ട് ലിസ്റ്റൊക്കെ താഴെ കാണിക്കുന്നുണ്ട്. ചെറിയൊരു ബഡ്ജറ്റിൽ 2015 മോഡൽ നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടി ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു ആവറേജ് കണ്ടീഷനുള്ള ലോ ബഡ്ജറ്റുള്ളൊരു വണ്ടി. ഏകദേശം 1,90,000 രൂപയാണ് നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ്. ഏകദേശം അത്ര തന്നെ നമുക്ക് വണ്ടിയുമ്പോൾ ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ടയർ മോശമാണ്. ഞാൻ ഇൻഷുറൻസ് 2025 ഓഗസ്റ്റ് വരെ ഇൻഷുറൻസ് ഉണ്ട്. 2015 മോഡലാണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ വരുന്ന മോഡലാണ്. അപ്പോൾ ഇത്രയ്ക്കാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വണ്ടിയുടെ വിശേഷം വരുന്നതായിരിക്കും.